നമസ്കാരം. തദ്ദേശഭരണ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ കുരുങ്ങിക്കൊണ്ടിരുന്ന സംസ്ഥാനത്തെ കോൺഗ്രസിനെ സമീപകാലത്തെങ്ങുമില്ലാത്ത പ്രതിസന്ധിയിലേക്ക് തള്ളിവിട്ടത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്ന ആരോപണങ്ങളാണ്. വെളിപ്പെടുത്തലുകളും പരാതികളുമെല്ലാമായി കഴിഞ്ഞ കുറേ ദിവസങ്ങളായി കോൺഗ്രസ് ബാക്ക്ഫുട്ടിലാണ്. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ MLA സ്ഥാനം രാജിവെക്കണമെന്ന ആവശ്യം സംസ്ഥാനത്ത് ശക്തമായി തുടരുന്നു. പ്രതിഷേധങ്ങൾ നടക്കുന്നു. ഇതിനിടയിലാണ് അദ്ദേഹത്തെ കോൺഗ്രസ് അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള തീരുമാനം വന്നത്. ചരിത്രത്തിലില്ലാത്ത തീരുമാനമെന്നാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ അത് വിശേഷിപ്പിച്ചത്. വേറെ ഏത് പാർട്ടി ചെയ്യും ഇങ്ങനെ എന്നാണ് അദ്ദേഹത്തിൻ്റെ ചോദ്യം. എന്തായാലും അദ്ദേഹത്തിൻ്റെ ആ ഒരു ഇതുമായി ബന്ധപ്പെട്ട തീരുമാനമൊക്കെ പ്രഖ്യാപിച്ച് വീണ്ടും മാധ്യമങ്ങളെ കാണുന്നു. അദ്ദേഹം ആവർത്തിക്കും, ഇത് ചരിത്രത്തിലില്ലാത്ത തീരുമാനമാണ്. മറ്റൊരു പാർട്ടിയെ കണക്കല്ല ഈ പാർട്ടി ഗംഭീരമായി അതെടുത്തു. നേരത്തെ പിതാവിൻ്റെ സ്ഥാനത്ത് നിന്ന് താനത് കൈകാര്യം ചെയ്യും, നടപടിയെടുക്കും എന്ന് പറഞ്ഞ VD സതീശൻ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ സസ്പെൻഷൻ എത്ര കാലത്തേക്കാണ് എന്ന ചോദ്യത്തിന് കോൺഗ്രസ് ഉത്തരവില്ല. രാഹുൽ മാങ്കൂട്ടം വീണ്ടും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമോ എന്ന ചോദ്യത്തിനും കോൺഗ്രസ്സുകാർക്ക് ഉത്തരവില്ല. ആകപ്പാടെയുള്ള ഉത്തരം ഇതാണ്: ചരിത്രത്തില്ലാത്ത തീരുമാനങ്ങളെടുത്തു, നടപടിയെടുത്തു. രാഹുൽ മാങ്കൂട്ടം എന്ന് കോൺഗ്രസിലേക്ക് തിരിച്ചു വരും എന്ന് ചോദിച്ചാൽ ഉടനെ തിരിച്ചു വരും എന്ന് ഞാൻ പറയും. എഴുതി വച്ചു. മിക്കവാറും അടുത്ത തദ്ദേശഭരണ തെരഞ്ഞെടുപ്പിന് മുമ്പ് രാഹുൽ മാങ്കൂട്ടം വീണ്ടും കോൺഗ്രസിൽ സജീവമാവും. പരാതിയില്ലല്ലോ, നിയമപരമായ പരാതിയില്ലല്ലോ. പിന്നെ ഈ കാണുന്ന പോലെല്ലാം 2 ദിവസം കഴിയുമ്പോൾ കെട്ടടങ്ങുമെന്ന് കോൺഗ്രസ്സിന് നല്ലതുപോലെ അറിയാം. രാഹുൽ മാങ്കൂട്ടം അതുമാത്രമല്ല, പാലക്കാട് ഒരു ഉപതെരഞ്ഞെടുപ്പിനെ നേരിടാനുള്ള ധൈര്യം തൽക്കാലം ഇല്ല. ഇപ്പോഴങ്ങനെ ഒരു ഉപതെരഞ്ഞെടുപ്പ്, ഇപ്പോൾ രാഹുൽ രാജിവെക്കുന്നു, അതിനുശേഷം ഉപതെരഞ്ഞെടുപ്പ് അങ്ങനെ നടന്നാൽ 1ാം സ്ഥാനത്ത് നിന്ന് താഴോട്ട് പോകും, അത് ദോഷമാകും എന്ന് കോൺഗ്രസ്സിന് നല്ലതുപോലെ അറിയാം. ഏതായാലും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്ന ആരോപണങ്ങൾ ഉയർത്തിവിട്ട വിവാദവും ബഹളവും ഒന്നും ഇതുവരെ കേരളത്തിൽ അസ്തമിച്ചില്ല. ദിവസവും ചർച്ചകളാണ്. ഇന്ന് മാധ്യമങ്ങളെ കാണുമ്പോൾ അതുപോലെ VD സതീശൻ ആവർത്തിച്ചു, ഇത് ചരിത്രത്തിലില്ലാത്ത തീരുമാനമാണ്, ഈ തീരുമാനം ചരിത്രം രേഖപ്പെടുത്തും, ഞങ്ങൾ ശക്തമായ തീരുമാനമെടുത്തു എന്നൊക്കെ. കോൺഗ്രസിൻ്റെ ഭരണഘടന പറയുന്നത് ഒരാളെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യാൻ അയാൾ കോൺഗ്രസ്സുകാരൻ എന്ന നിലയിൽ ആർജിച്ചെടുത്ത സ്ഥാനമാനങ്ങളെല്ലാം രാജിവെക്കണം, അല്ലെങ്കിൽ രാജി എഴുതി വാങ്ങണം എന്നാണ്. അങ്ങനെ ചെയ്യാത്ത പക്ഷം 1 മാസം കഴിയുമ്പോൾ ഈ സസ്പെൻഷൻ തീരുമാനം അസാധുവാകും. അയാൾ ഓട്ടോമാറ്റിക്കായിട്ട് തിരിച്ച് കോൺഗ്രസ് വരും എന്നൊക്കെയാണ്. എന്ത് ഭരണഘടന ഇത്! തൽക്കാലത്തേക്ക് രാഹുൽ മാങ്കൂട്ടത്തിനോട് ഒന്ന് മാറി നിൽക്കാൻ പറയുന്നു. ഇതൊക്കെ ഒന്ന് കെട്ടടക്കം കഴിഞ്ഞ് പോരേന്ന് പറയൂ. നേരത്തെ പറഞ്ഞ പോലെ പരാതിയില്ലല്ലോ, പരാതിയില്ല, അതുകൊണ്ട് വേറെ ആരും ബോധിപ്പിക്കേണ്ട കാര്യമില്ല, ഇനി പോന്നാൽ മതി എന്നാണ് കോൺഗ്രസ് പറയുന്നതെന്നാണ് കരുതുന്നത്. ഏതായാലും അങ്ങനെയെങ്കിലും ഒരു തീരുമാനമെടുക്കാൻ കോൺഗ്രസ് കാണിച്ച ഒരു ആർജവത്തിന് അഭിനന്ദിക്കാതിരിക്കാൻ വയ്യ. ഇത്രയും വലിയ ആരോപണങ്ങൾ ഉയർന്ന സ്ഥിതിക്ക് അങ്ങനെ ഒരു തീരുമാനം എടുത്തേ പറ്റൂ എന്ന ഘട്ടത്തിൽ കോൺഗ്രസ് എത്തി എന്നതും വിസ്മരിക്കുന്നില്ല. പക്ഷേ എനിക്കിവിടെ തോന്നിയത്, മാധ്യമപ്രവർത്തകരെ കണ്ടപ്പോൾ പ്രതിപക്ഷ നേതാവ് പറഞ്ഞ ചില വാക്കുകളാണ്. അതിലെന്തൊക്കെയോ ഒരു മുനയുണ്ട്, എന്തൊക്കെയോ സൂചനകളുണ്ട്. അതായത് CPMമാരോടാണ് അദ്ദേഹം ആദ്യം പറയുന്നത്, പിന്നെ CPM ഇങ്ങനെയൊക്കെ കാണിക്കുന്നുണ്ട്. അത് കാണിക്കുമ്പോൾ ഒരു സിനിമാ നടൻ്റെ, ഒരു ഹീറോ അല്ലെങ്കിൽ ഒരു വില്ലൻ പറയുന്ന തരത്തിലുള്ള മുഖഭാവം അത് ശ്രദ്ധിച്ച് നോക്കണം, നല്ല രസമാണ്. പിന്നെ ഏതൊരു സിനിമയിൽ സലിംകുമാർ പറയുന്നുണ്ട്, നീയും തയ്പ്പിച്ച് വച്ചോടാ, ഏതാണ്ട് ആ ടോണിലൊരു സാധനം വരുന്നുണ്ട്, നിങ്ങൾക്കുള്ളത് വരുന്നുണ്ട്. ഞാൻ എൻ്റെ ജസ്റ്റേഴ്സ് കണ്ടിട്ട് ഞാൻ ഭീഷണിപ്പെടുത്തുവാണെന്ന് നിങ്ങൾ വിചാരിക്കുക. അധികം കളിക്കരുത് ഈ കാര്യത്തിൽ. ഞെട്ടിപ്പോവും. അല്ല, വേണമെങ്കിൽ അങ്ങനെ എടുത്തോ. കേരളം ഞെട്ടിപ്പോവും. അത് വരുന്നുണ്ട്. അത് കഴിഞ്ഞ് BJPക്ക് അവരെയും വെറുതെ വിടുന്നില്ല. പറയുന്നത് കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവാണ്, നിങ്ങളും തയ്പ്പിച്ച് വെച്ചോ എന്നുള്ള ടൂണിലാണ്. അതായത് കഴിഞ്ഞ ദിവസം
BJP-ക്കാർ പ്രതിപക്ഷ നേതാവിൻ്റെ ഔദ്യോഗിക വസതിയിലേക്ക് ഒരു വിത്ത് കാളയുമായി പ്രകടനം നടത്തിയിരുന്നു. വിത്ത് കാള എന്ന് പറഞ്ഞാൽ BJP-ക്കാരുടെ ഒരു കാളയുണ്ടായിരുന്നു, വിത്ത് കാള. ആ പ്രകടനത്തിന് എതിരെയാണ് വി.ഡി. സതീശൻ പറഞ്ഞത്, തൽക്കാലം നിങ്ങൾ ആ കാളയെ നിങ്ങൾ ആപ്പീസിൽ കെട്ടിയിട്ടാക്കണം, 2 ദിവസം കഴിഞ്ഞ് ഞാൻ ആ കാളയുമായി വരവുണ്ട്, അവിടെയുമുണ്ട് ചില സൂചനകൾ. പിന്നെ BJP-ക്കാരോട് എനിക്കൊരു പ്രത്യേക കാര്യം പറയാനുണ്ട്. ഇന്ന് ഒരു കാളയുമായിട്ട് കന്റോൺമെൻറ് ഹൗസിലേക്ക് പ്രകടനം നടത്തി, നല്ലതായിട്ട്. ആ കാളയെ കളയരുത്, അത് പാർട്ടി ഓഫീസിൻ്റെ മുറ്റത്ത് കെട്ടിയിടണം. ഈ അടുത്ത ദിവസം ഒരാവശ്യം വരും BJP-ക്ക്, ആ കാളയുമായിട്ട് രാജീവ് ചന്ദ്രശേഖറിൻ്റെ വീട്ടിലേക്ക് ഒരു പ്രകടനം നടത്തേണ്ട സ്ഥിതി പെട്ടെന്ന് ഉണ്ടാവും. കാര്യം ഞാനിപ്പോൾ പറയുന്നില്ല. അവിടെ കാളയെ ഉപേക്ഷിക്കരുത്. 2 സൂചനകൾ തമ്മിൽ ചേർത്ത് വായിക്കുമ്പോൾ കേരള രാഷ്ട്രീയത്തിൽ വരും ദിവസങ്ങളിൽ തുണ്ടുകഥകളുടെ അയ്യരുകളെയായിരിക്കുമോ എന്നൊരു സംശയമുണ്ട്. ഇപ്പോൾ അങ്ങോട്ട് തുണ്ടുകഥ പറയാൻ തുടങ്ങിയാൽ അവർ വെറുതെ ഇരിക്കുമോ, അവരും ഇങ്ങോട്ട് തുണ്ടുകഥ, ഭയങ്കര രസമായിരിക്കും എന്നാണ് മൊത്തത്തിൽ തോന്നുന്നത്. പ്രത്യേക ശ്രദ്ധയ്ക്ക് ഓരോ ദിവസവും ഓരോന്നായിട്ടേ പറയാവൂ കേട്ടോ, എല്ലാം കൂടെ ഒരുമിച്ച് പറഞ്ഞ് ഞങ്ങൾക്ക് ആ കൺഫ്യൂഷനാവും. അതുകൊണ്ട് ഓരോന്നായിട്ട് ഓരോ ദിവസം ഭവാനി കേരള രാഷ്ട്രീയത്തിൻ്റെ ഒരു പോക്ക് എന്തായിരിക്കും എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ഈ ആശങ്കയുണ്ട്. ഏതായാലും മാങ്കൂട്ടത്തിന് 1 മാസം സമയമുണ്ട്. വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. സസ്പെൻഷൻ എന്നാണ് പറഞ്ഞേക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ കഥ അനുസരിച്ചാണെങ്കിൽ സസ്പെൻഷൻ 1 മാസം കഴിയുമ്പം തീരും. സസ്പെൻഷൻ കാലയളവിൽ അദ്ദേഹം ഉണ്ടാക്കുന്ന ഒരു പ്രശ്നങ്ങൾക്കും പാർട്ടി ഉത്തരവാദിയായിരിക്കില്ല എന്നാണ് ഈ പറഞ്ഞതിൻ്റെ ന്യായം. മനസ്സിലായി? സസ്പെൻഷൻ കാലയളവിലുണ്ടാകുന്ന ഇത്തരം ആരോപണങ്ങൾക്കും ഗർഭചിത്രങ്ങൾക്കുമൊന്നും പാർട്ടിക്ക് ഒരു ഉത്തരവാദിത്വം കാണത്തില്ല. പാർട്ടി ഇതിനകത്ത് മറുപടി പറയുന്ന പ്രശ്നമില്ല, പാർട്ടി മറുപടി പറയണ്ട. പക്ഷേ ട്രാൻസ്ജെൻഡർ മാധ്യമപ്രവർത്തകനുമായി ഗൂഢാലോചന നടത്തി എന്ന് വാർത്താസമ്മേളനം വിളിച്ച് ആരോപിച്ച രാഹുൽ മാങ്കൂട്ടത്തിന് അതിനുശേഷമോ അതിനു മുമ്പോ വന്ന ഒരു ചോദ്യങ്ങൾക്കും ഉത്തരം നൽകിയിട്ടില്ല. നേരത്തെ പുറത്തിറങ്ങിയ 2 ശബ്ദരേഖ അല്ലാതെയുള്ള ചാറ്റുകൾ ഇതെല്ലാം കൃത്രിമമാണെന്ന് ചുമ്മാ പറഞ്ഞു തള്ളുന്നതല്ലാതെ ഇതിനൊന്നും കൃത്യമായ മറുപടി അദ്ദേഹം പറയുന്നില്ല. ആ ശബ്ദരേഖയിലുള്ള ശബ്ദം തൻ്റേതാണോ എന്ന ചോദ്യത്തിന് അദ്ദേഹം മറുപടി പറഞ്ഞിട്ടില്ല. ഈ ചാറ്റുകൾ തൻ്റേതാണോ എന്ന ചോദ്യത്തിന് അദ്ദേഹം മറുപടി പറഞ്ഞിട്ടില്ല. എല്ലാം മായ, അതാണ് പുള്ളി പറയുന്നത്. മറുപടി മാധ്യമങ്ങളോട് പറയണമെന്നില്ല. പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിനെ പാലക്കാടിൻ്റെ MLA ആയി തിരഞ്ഞെടുത്ത ജനങ്ങളുണ്ട്, അവരെങ്കിലും ബോധിപ്പിക്കണം. രാഹുലിനെ പാലക്കാട്ടത്ത് കൊണ്ടുവരണം, സംരക്ഷിക്കണം എന്ന മറ്റുള്ള ചർച്ചകളൊക്കെ യൂത്ത് കോൺഗ്രസ് ഗ്രൂപ്പുകളിലൊക്കെ വളരെ സജീവമായി നടക്കുന്നുണ്ട്. സംരക്ഷിക്കുക മാത്രമല്ല, വേണമെങ്കിൽ സ്വീകരണം കൊടുക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. ധീരപ്രവർത്തികളാണല്ലോ. പിന്നെ കോൺഗ്രസിൻ്റെ ഗ്രൂപ്പുകൾ, കോൺഗ്രസിൻ്റെ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ വാട്സപ്പ് ഗ്രൂപ്പുകൾ, അതിനകത്ത് നടക്കുന്നതെന്നും പുറത്തു പറയാൻ കൊള്ളത്തില്ല എന്നതാണ് സ്ഥിതി. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചില സാധനങ്ങൾ കറങ്ങിത്തിരിഞ്ഞ് മാധ്യമപ്രവർത്തകരുടെ കയ്യിലൊക്കെ വന്നിട്ടുണ്ട്. എന്തോന്നൊക്കെയാണ് പറയുന്നത്. രാഹുലിനെതിരെ നിലപാടെടുത്ത കോൺഗ്രസ്സിലെ വനിതാ നേതാക്കൾ, യൂത്ത് കോൺഗ്രസ്സിലെ വനിതാ നേതാക്കൾ, എമ്മാതിരി പറച്ചിലാണ് ഇവരെയൊക്കെ യൂത്ത് കോൺഗ്രസ്സുകാർ എന്ന് പറയുന്ന ടീമുകളിൽ പലരും പറയുന്നത്. ചില സ്ക്രീൻഷോട്ടുകൾ ഒറിജിനലാണ്. കാരണം ഈ അതിനകത്ത് വരുന്ന ആൾക്കാരുടെ ഫോൺ നമ്പരും ആളുകളെ എല്ലാ നാട്ടുകാർക്ക് അറിയാം. ചിലത് ഒറിജിനലാണെന്ന് ഇനി അന്വേഷിക്കേണ്ടതുണ്ട്. പക്ഷേ ഈ ഒറിജിനലിൽ തന്നെ വന്ന ചർച്ചകളും ചില വിശേഷണങ്ങളും വനിതാ നേതാക്കൾക്കെതിരെയുള്ള ആരോപണങ്ങളും അവരെ പറയുന്നതെല്ലാം വെച്ചാൽ ഇങ്ങനെയാണ് നിലപാടെങ്കിൽ, ഇങ്ങനെയാണ് അവരെ വിശേഷിപ്പിക്കുന്നതെങ്കിൽ യൂത്ത് കോൺഗ്രസിലൊക്കെ വനിതാ നേതാക്കളുടെ ഭാവി വലിയ അപകടത്തിലായിരിക്കും. ഭാവി എന്ന് പറഞ്ഞാൽ അവരില്ലാതെ മുന്നോട്ട് പോകേണ്ടി വരും. കാരണം ആ ലെവലുള്ള സ്ത്രീകൾക്കൊന്നും ഇതിനകത്ത് നിൽക്കാൻ തോന്നാത്ത തരത്തിലുള്ള ആരോപണങ്ങളും അധിക്ഷേപങ്ങളുമാണ് അവരെക്കുറിച്ച് പറയുന്നത്. അവരെന്താണ്, ഇങ്ങനൊരു വിഷയം വന്നപ്പോൾ ഇതിനകത്തൊരു നിലപാടുണ്ട്, രാഹുൽ രാജിവെക്കണം എന്ന നിലപാട് ശക്തമായി പറഞ്ഞു. അതിൻ്റെ പേരിലാണ് ഈ കാണിച്ചു കൂട്ടുന്നതല്ല. ഒരല്പം മര്യാദ ആ സ്ത്രീകൾക്കെതിരെ, വനിതാ നേതാക്കൾക്കെതിരെയും ഉണ്ടാകണം എന്ന് വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് ഇന്നത്തേക്ക് അവസാനിപ്പിക്കുക. താങ്ക് യു.